ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് മാക്സ് നോയ് ഒയാസിസ് എന്ന പെർഫ്യൂമാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ മഴ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങും, പിന്നെ അതിനിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ വരിക. സോ നോയ് ഒയാസിസ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോയ ഒരു പ്രൊഡക്റ്റാണ്. അതിന് ശേഷം പിന്നീട് ഇതിലുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഇതാ ഡസ്റ്റഡ് വേവ്. ഈ ഡസ്റ്റഡ് വേവ് വീഡിയോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെച്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് മെസറേഷൻ, എന്താണ് മെച്യൂരിറ്റി, എങ്ങനെയാണ് പെർഫ്യൂംസിന് മെച്യൂരിറ്റി ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പെർഫ്യൂം ഞാൻ തുടക്കത്തിൽ 2024 സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് ആ ഒരു റിസൾട്ട് അല്ല ഇന്ന് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇന്നത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും 1 ഇയർ ഒക്കെ പിന്നോട്ടുള്ള ഒരു പ്രൊഡക്റ്റൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിയ കാലത്ത് എനിക്കിതിൽ വലിയ ലോഞ്ചിവിറ്റി ഒന്നുമില്ല. ഒരു 3 to 4 hours ഉള്ളിലൊക്കെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇതൊരു 7 hours ലെവലിലൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു 2.5 hours ലെവലിൽ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ തന്നെ കിട്ടുന്നുണ്ട്. 7 hours ലെവലിൽ ലോഞ്ചിവിറ്റി ഉണ്ട് ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇതിന്റെ പേര് നോയ് ഒയാസിസ് നൈറ്റ് മെൻ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓടെ പെർഫ്യൂം കോൺസെൻട്രേഷനിലാണ് ഇതാണ് സാധനം. ഞാൻ ആക്ച്വലി പേഴ്സണലി നമ്മുടെ ലേറ്റർസോറിൽ പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ വേണമെന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ഫോക്കസിൽ ഒരു സിംഗിൾ സൈസിൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ ഇനീഷ്യലി ഉള്ള നമ്മളൊരു തോട്ട്സ് അങ്ങനെയൊക്കെയാണ് വരിക. അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ കുറേ അന്വേഷിച്ചാണ്. ഒരുപാട് കമ്പനികളായിട്ട് കോണ്ടാക്ട് ചെയ്യും, എവിടുന്നും ഈ ഒരു സാധനം കിട്ടാനില്ല. അപ്പൊ ഇത് സംഭവം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പിന്നീട് അത് മറ്റേ അലിബാബയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ നാട്ടിൽ ഇത് കിട്ടുന്നില്ല, അത് ചൈന സൈറ്റുകളിലുണ്ട്. അപ്പൊ ഇവിടെ ഇത് കിട്ടുന്നുണ്ട്, ബട്ട് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ്. ഇത് 15 ml വരുന്ന പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറെ ബോട്ടിലുകൾ അങ്ങനെയൊക്കെ സോഴ്സ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അതെന്തായാലും പിന്നീട് ഏതെങ്കിലുമൊക്കെ പെർഫ്യൂംസ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ഇത് ക്രിംബ് ചെയ്യുന്ന ക്രിംബാണ്. സാധാരണ ആറ്റമൈസറും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ളൊരു ബോട്ടിൽ വന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുള്ളത്, വരുന്ന സോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടോപ്പിക് വിട്ടുപോയി. ഇതിന്റെ പേര് നോയ് ഒയാസിസ് നൈറ്റ് മെൻ. ഇത് ആക്ച്വലി ഒരു മാൻലി പെർഫ്യൂം അല്ല, ഇതൊരു യൂണിസെക്സ് ആണ്. ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായ ഊദ് ആൻഡ് റോസ് പെർഫ്യൂം, അതുപോലെ തന്നെ നമ്മുടെ വിധുനിസം പെർഫ്യൂം, ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ് കിട്ടുന്ന ഊദ് പ്ലസ് റോസിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇതൊരു സിമിലാരിറ്റി നമുക്ക് തോന്നുന്നത് അജ്മലിന്റെ വിസാൽ ദഹബ് അങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ആയിട്ടാണ്. വിസാൽ ദഹബ് ആയിട്ട് കുറച്ചുകൂടി അധികം ഇതിന് ഒരു സിമിലാരിറ്റി പറയാൻ പറ്റും. അതായത് വിസാൽ ദഹബിലും വിസാലിലൊക്കെ ഉള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ആ ഒരു ഊദ് അത്രയും ഇതിൽ സ്ട്രോങ്ങർ അല്ല. അതിനെ ഒന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് റോസിനെ കൂടുതലാക്കി വെച്ചാൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ സാധനത്തിൽ വരുന്നത്. അത് തന്നെ അങ്ങനെയാണ് അഹ്മദ് അൽ മഗ്രിബിന്റെ ആ പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളത്. ഞാൻ അതൊക്കെ വീഡിയോ ചെയ്ത് പോയതാണ്. നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ബിസിനസ് ഒക്കെ വീഡിയോ ചെയ്ത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ്, അതായത് ഒരു റോസ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫ്യൂം. ഇതിൽ വേറെ നോട്ട്സ് ഒന്നുമില്ല. ചെറുതായിട്ടൊരു ഉള്ളിൽ ഒരു സ്വീറ്റ്നെസ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ലെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഫ്രാഗ്രൻസുമാണ്. എസ്പെഷ്യലി ഈ അഹ്മദ് അൽ മഗ്രിബിന്റെ പ്രൊഡക്ട്സിനെ ഇങ്ങനെ പലരും പ്രൊമോട്ട് ചെയ്തൊക്കെ നമ്മൾ കാണുന്നതുകൊണ്ട് അപ്പോൾ ആളുകളിലേക്ക് പല വഴികളിലൂടെ ആ സാധനങ്ങൾ ഒരു പബ്ലിസിറ്റിയിലൂടെ എത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല, കാരണം അവരെ മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസ് നല്ല ലോഞ്ചിവിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു വൈബൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഡയറക്റ്റ് ക്ലോണൊന്നുമല്ല. പക്ഷെ ഇത് ആക്ച്വലി ആ ഒരു വൈബ് നമ്മൾ അതിന്റെ ഒരു തുടക്കം എന്ന് നമുക്ക് പറയാൻ പറ്റിയ ഒരു പെർഫ്യൂം അർമാനിന്റെ പ്രൈവ് എന്നുള്ള പെർഫ്യൂമാണ്. അവിടെ നിന്നാണ് പിന്നീട് ഇതൊക്കെ ഇങ്ങനെ ഒന്നിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് അർമാനി പ്രൈവിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റും. എന്തായാലും അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അതായത് ഒരു വുഡി സ്വീറ്റ്നെസ്സും റോസ് ഡോമിനേറ്റ് ചെയ്തിട്ട് അതിന്റെ താഴെയായിട്ട് വുഡി പ്ലസ് സ്വീറ്റ്നെസ് വരുന്ന ഒരു പെർഫ്യൂം. ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് മെച്യൂരിറ്റി ആയതിന്റെ ശേഷം ഈ സാധനം ഒരു 7+ hours ഒക്കെ ലെവലിൽ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പോരാത്തന്നെ ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ചും കൂടി നമുക്ക് സപ്പോർട്ടീവ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് 100 ml ഒക്കെ കിട്ടും. ഇത് മാക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ അവിടുന്ന് ഒറ്റയടിക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതും ഇത് ലോഞ്ചിവിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ലാസ്റ്റ് ഇയറിൽ ഞാനത് ഇതിന്റെ റിവ്യൂ വേറെ രീതിയിലാണ് പറഞ്ഞത്.
പക്ഷെ ഇന്ന് അങ്ങനെയല്ല പറയണത്. കാരണം പ്രോഡക്റ്റ് മെച്യൂരിറ്റി എത്തിയിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, 1 വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യാനാണോ ഞങ്ങൾ പെർഫ്യൂം വാങ്ങിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് മെച്യൂരിറ്റി ആക്കിയിട്ട് യൂസ് ചെയ്യുക. അതല്ല ഇന്ന് വാങ്ങി ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് 1 മന്ത് കൊണ്ട് തീർക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പഴയ ബാച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക. പുതിയതായിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാതിരിക്കുക. കാരണം അത്തരം പെർഫ്യൂംസ് പെർഫോം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരിത്തിരി പഴക്കം ചെന്ന പെർഫ്യൂംസിനാണ് പെർഫോമൻസ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു, അത് ഇതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറഞ്ഞു തന്നാണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.